നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ഓരോ പടികളിലേക്കും കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിലും മൂന്നാമത്തെ പടിയിലും അള്ളാന്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞു. സഹാബത്ത് പറയുകയാണ്, ഫഖുൽനാ യാ റസൂലല്ലാഹ് സമിഅന ലൗമ മിൻക ശൈഅൻ ലം നകുൻ നസ്മഉഹു. നബിയെ, ഇതുവരെ നമ്മൾ അങ്ങയിൽ നിന്ന് പതിവില്ലാത്ത ഒരു വിധം മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ എന്ന് പറയുന്നതായിട്ട് കേട്ടല്ലോ, എന്താണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഅദ മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാൻ ഒരാൾക്ക് എത്തിയിട്ടും അവന്റെ പാപം പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ പറഞ്ഞപ്പോൾ ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ബഅദ മൻ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക. അങ്ങയുടെ പേര് പറയപ്പെടുമ്പോഴും സലാത്ത് പറയാത്തവൻ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞപ്പോഴും ഫഖുൽതു ആമീൻ, അപ്പോഴും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, ബഅദ മൻ അദ്റക വാലിദൈഹിൽ കിബറു ഇൻദഹു ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ഒരാളുടെ സമീപത്ത് പ്രായമുള്ള മാതാപിതാക്കൾ ഉണ്ടായിട്ടും അവനിക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ അത് കാരണമാകാത്തവൻ, അവനും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഫഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ എന്റെ പതിവിന് വിപരീതമായി കൊണ്ടുതന്നെ മിമ്പറിൽ ഞാൻ ആമീൻ പറയാൻ കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.